എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തെ ചായയുടെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഒരു പുതിയ രുചിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു മരച്ചീനി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി മുറിച്ചതിന് ശേഷം ഈ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് മുറിക്കുന്നതിനേക്കാൾ ഇതിനെ കൊണ്ട് ചോപ്പ് ചെയ്തെടുത്താൽ ചെറുതായിട്ട് വേഗം തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ മരച്ചീനി വാങ്ങിയാൽ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ 2 കഷ്ണവും ഇതുപോലെ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ് ഇതിൻ്റെ പാല് പോലെയുള്ള ഇത് കളയണം. കാരണം മരച്ചീനിക്ക് ചെറിയൊരു കട്ടുണ്ടാവും എന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പാല് പിഴിഞ്ഞ് കളയുന്നേ. ഇങ്ങനെ വൈകുന്നേരം ചിലപ്പോൾ മരച്ചീനിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാതെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു സ്നാക്സ് ഒരു ദിവസം ആക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടവും ഉണ്ടാവും, നല്ല സ്വാദോടെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 കപ്പ് അരിപ്പൊടിയാണ്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ 1 കപ്പ് അരിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഒരു അരമുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കൈവച്ച് നന്നായി കുഴച്ച് എടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടി ഏലക്കായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനേക്കാൾ കൂടുതൽ കൈ കൊണ്ട് ആകുമ്പോൾ നന്നായി തന്നെ ഇതിൽ മിക്സ് ചെയ്ത് എടുക്കാൻ കഴിയും. അതിനുശേഷം ഞാനൊരു 1.5 വെല്ലം ആണ് ഉരുക്കാൻ വെച്ചിട്ടുള്ളത്. ഈ ഉരുക്കിയ വെല്ലത്തിൻ്റെ ഇത് നമ്മൾ അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പയിൽ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ചൂടോടെ ആയതുകൊണ്ട് സ്പൂണ് കൊണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിന് ഉപ്പിലയുടെ ഇല എന്ന് പറയും, വട്ട ഇല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരുന്നതിനേക്കാൾ ആവിയിൽ വെക്കുന്ന പലഹാരം കുറച്ചുകൂടി ഹെൽത്തിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ആവിയിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു 5-6 ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയായി കിട്ടും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. ചൂട് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നന്നായി വെന്തിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റ് ആണെങ്കിലും കുറച്ച് നമുക്ക് കടിക്കുമ്പോൾ കുറച്ചൊരു കട്ടി പോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.